എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ശുഭരാത്രി. നമ്മളെല്ലാവരും സംസാരപ്രിയരാണ്. സംസാരം എന്നുള്ളത് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് സംവദിക്കുക, അവരെ അറിയിക്കുക, അവരുടെ സംസാരം കേൾക്കുന്നത് അവരിൽ നിന്നും കാര്യങ്ങൾ അറിയാൻ, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഒരു സംസാരം എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. മനുഷ്യർ നമ്മളോട് സംസാരിക്കുന്നത്, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പോട്ടെ, നമ്മളോട് മറ്റുള്ളവർ സംസാരിക്കുന്നത് എന്തിനാണ്? എന്നെ ഒരു കാര്യം അറിയിക്കാൻ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം. ഒരാൾക്കൊരു വെള്ളം വേണം, അല്ലെങ്കിൽ ഞാൻ ഇന്നിടത്തായിരുന്നു, എനിക്ക് ഇങ്ങോട്ട് പോകേണ്ടതുണ്ട്, എന്നിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു അവർ, എന്തിനു വേണ്ടിയാണ് അവർ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ, നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനായിട്ട് അവർ സംസാരിക്കാറുണ്ട്. ചരിത്രം പറയാനായിട്ട്, നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയാനായിട്ട്, ഒരാശയത്തെക്കുറിച്ച് പറയാനായിട്ട്, അങ്ങനെ പല 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 വിഷയങ്ങളിൽ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പോ ഈ സംസാരം എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് എന്റെ ചുറ്റും ഉള്ളത് എന്ത് എന്ന് നമ്മൾ അറിയുന്നത്. അവരുടെ സംസാരത്തിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ എന്നിൽ എന്താണുള്ളത്, എന്റെ അകത്ത് എന്താണുള്ളത്, എന്നെ ചുറ്റി എന്താണുള്ളത് എന്നുള്ളത് എനിക്ക് മുന്നിലുള്ള ഒരാളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ സംസാരത്തിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുകയാണ് ചെയ്യുന്നത്. ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംഭരിച്ചു വെച്ചിട്ടുള്ള ഒന്ന്, ആ സംഭരിക്കുന്ന ഏതെങ്കിലും നടക്കാൻ പോകുന്ന ഒരു കാര്യം, നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചില വ്യാകരണങ്ങൾ, ചില ഡിസൈനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള, ഇതെല്ലാം നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ആശയം. നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ ചിന്തയിലാണ് ആശയം. നമ്മളതിനെ വാചകത്തിലൂടെ അവതരിപ്പിക്കുകയാണെങ്കിൽ അവതരണത്തിലാണ് ആശയം. അപ്പോ ഈ ആശയത്തെ അങ്ങ് കൊടുക്കാനും വാങ്ങാനും വേണ്ടിയാണ് നമ്മൾ ഈ സംസാരം എന്നുള്ള ഒരു പ്രോസസ് ചെയ്യുന്നത്. ഇപ്പൊ സംസാരം എന്നുള്ളതിനെ നമ്മൾ വർത്തമാനം പറയുക, വായ കൊണ്ട് വർത്തമാനം പറയുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സത്യത്തിൽ ഇത് ആശയവിനിമയമാണ്. വിനിമയം എന്ന് വെച്ചാൽ കൊടുക്കലും വാങ്ങലും, അല്ലെ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നു എന്നുള്ളത്. ഇപ്പോ എന്റെ ശരീരത്തിനകത്ത് ഈ ചയാപചയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന ഒരു ധർമ്മമുണ്ടല്ലോ. ഈ ധർമ്മം നടപ്പിലാക്കാനായിട്ട് ഭക്ഷണം ആവശ്യമാണ്. അപ്പൊ ഭക്ഷണം, അതിനൊരു താളമുണ്ട്. ഭക്ഷണം നമ്മൾ എടുക്കുന്നതിന് ഒരു താളമുണ്ട്. ചുറ്റുപാടിൽ നിന്ന് ഭക്ഷണത്തെ നമ്മൾ സ്വായത്തമാക്കുന്നതിന്റെ താളമുണ്ട്. നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ സമയം വെച്ചിട്ടാണ് കഴിക്കുക. അപ്പൊ ഞങ്ങളിവിടെ രാവിലെയും വൈകിട്ടും ആണ് പൊതുവെ കഴിക്കുക. ഞാൻ സാധാരണ രാവിലെ കഴിക്കും, വൈകിട്ട് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെയാണ് എന്റെ രീതി. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് നമുക്കൊരു താളമുണ്ട്. അപ്പോ ആ താളത്തിനനുസരിച്ച് എന്റെ ഉള്ളിൽ നിന്നും ഒരു വിളി വരും, വിശപ്പ് എന്ന വിളി വരും. വിശപ്പ് എന്നുള്ള വിളി വരുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം വേണമെന്ന് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പൊ എന്റെ അകത്തെ ഒരു ലോകം എന്നോട് പറയുന്നു ഭക്ഷണം വേണമെന്ന്. അപ്പൊ ഞാനത് എന്റെ പുറത്തുള്ള ലോകത്തോട് വിനിമയം ചെയ്യും. വിനിമയം ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള ലോകം എനിക്കത് തരും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമീകരണം. അപ്പോ നമുക്ക് ഇപ്പൊ പുറത്തുള്ള ലോകത്തേക്ക് ഞാൻ അത് ആവശ്യപ്പെടുന്ന സമയത്ത് ഒന്ന് നിഷ്ഠപ്രകാരം അറിയാം. എന്റെ അമ്മയ്ക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മകൾക്കും എന്റെ കുക്കിനും ഒക്കെ അറിയാം എനിക്ക് ഇത്ര മണിക്ക് ഭക്ഷണം വേണമെന്ന്. അപ്പൊ ആ സമയമാകുമ്പോൾ അവരത് അവിടെ കൊണ്ട് എത്തിച്ചു തരും. ഇതാണ് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ട് രീതി. ഞാനൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് എനിക്കിപ്പോൾ ഞാൻ കഴിക്കുമോ, ഇപ്പോൾ ഞാൻ എന്ത് കഴിക്കും എന്ന് അറിയില്ല. അപ്പൊ ഞാൻ എന്തു വേണമെന്ന് അവരോട് പറയേണ്ടതുണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ ഉള്ളതെന്തെന്ന് പറയുന്നത് കൊണ്ട് തരും. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ആശയത്തിന്റെ ഒരു വിനിമയം സാധിക്കുന്നുണ്ട്. അങ്ങനെ വിനിമയത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തെ നമ്മൾ കഴിക്കുമ്പോൾ നേരത്തെ ഉള്ളിൽ നിന്നും വന്ന ആ വിശപ്പിന്റെ ചോദനയുണ്ടല്ലോ, വിശപ്പാകുന്ന ചോദന, ആ ചോദനയ്ക്കുള്ള മറുപടിയായിട്ട് ഇത് അകത്തേക്ക് പോകും. വിശപ്പ് അവിടെ ഒതുങ്ങും. അപ്പോ ഈ വിശപ്പിനെ ഒതുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്, അല്ലെ? വിശപ്പെന്നുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോ വിശപ്പെന്നുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോ ആ ഗ്യാപ്പ് ഫില്ലായി. അപ്പോ വിശപ്പിന്റെ ഗ്യാപ്പിനെ പൂർത്തീകരിക്കുക എന്ന അനുരൂപണം, പൊരുത്തമാക്കൽ എന്നുള്ള പ്രക്രിയയാണ് നമ്മൾ അവിടെ ചെയ്തത്.
അപ്പോ ആശയവിനിമയം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തൊന്നിന്റെ കുറവും ഒരു ഭാഗത്തൊന്നിന്റെ കൂടുതലും ഉണ്ടെങ്കിൽ കൂടുതലുള്ളിടത്ത് നിന്നും കുറഞ്ഞിടത്തേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അതിനെയാണ് അനുരൂപണം എന്ന് പറയുന്നത്. ഈ അനുരൂപപ്പെടാനുള്ള കഴിവിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. അറിവ് എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട്, പല തലത്തിലുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പത്രം ഇങ്ങ് കയറുന്നില്ല. അപ്പോ പൊരുത്തമാവുക, നമ്മുടെ പരിസ്ഥിതിയുമായി പരിസരവുമായി പൊരുത്തമാവുക എന്നുള്ളതാണ് ഈ അറിയൽ എന്നുള്ള പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ആശയവുമായി പൊരുത്തമാവുക എന്നുള്ളതാണ് ആശയവിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിനിമയത്തിലൂടെ നമ്മൾ എന്താണ്, ഇപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് എന്തുണ്ടായി എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ പോയിട്ടുണ്ടായ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. ആ ഉണ്ടായ കാര്യം എന്ത് എന്ന് അറിയാനുള്ള ഒരു ശൂന്യത എന്റെ ഉള്ളിലുണ്ട്, ജിജ്ഞാസയുടെ ശൂന്യത എന്റെ ഉള്ളിലുണ്ട്. ആ ശൂന്യത പരിഹരിക്കാനാണ് നിങ്ങൾ അവിടെ പോയ കഥ എന്താണെന്ന് എന്നോട് പറയുന്നത്. അപ്പൊ പറയുന്ന കഥയിലൂടെ ഉണ്ടായ ആശയം ഞാൻ സ്വീകരിച്ച് അത് ഉൾക്കൊള്ളുന്ന സമയത്ത് എന്റെ ഉള്ളിൽ അത് പൊരുത്തമായി, എന്റെ ഈ ശൂന്യത പൊരുത്തമായി. അങ്ങനെ അതെന്റെ അറിവായി. അപ്പോ ആ സ്ഥലത്തുണ്ടായ സംഭവം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യം എന്റെ ഉള്ളിൽ ഉണ്ടായതോടുകൂടി ഇനി ഞാൻ അവിടെ പോവുകയാണെങ്കിൽ ഇതിന് സമാനമായ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് അതിനോട് പൊരുത്തമാകാൻ കഴിയും. അതുകൊണ്ടാണ് അതിനെ അറിവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അറിവുണ്ടാക്കാനായിട്ട് നമ്മൾ ഒന്നിനോട് പൊരുത്തമാകണമെങ്കിൽ ആ പൊരുത്തം ഉണ്ടാക്കാനായിട്ട് നാം ചെയ്യുന്ന പ്രക്രിയയാണ് വിനിമയം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടുന്നത് കൊണ്ട് എന്തോ പ്രയോജനമുണ്ട്. എനിക്ക് അത് ചെയ്യാൻ അറിയാം. ഒരു വിദ്യയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ വിദ്യ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സൈക്കിൾ ചവിട്ടാൻ നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. അപ്പൊ എനിക്കറിയാവുന്ന വിദ്യ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു. അപ്പൊ നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അത് അവിടെ സമർത്ഥിലായി. പിന്നെ ഞാൻ പഠിപ്പിക്കേണ്ടായിരുന്നില്ല, പിന്നെ നിങ്ങൾ തനിയെ തന്നെ ചെയ്തു. അപ്പോ ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു ജോലിക്ക് ഒരാൾ വരും, പുതിയൊരാൾ ജോലിക്ക് വരികയാണ്. ആ ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് വരുന്ന ആളോട് ഇത് അടുക്കള, ഇത് വാഷ് ബേസിൻ, ഇത് ടോയ്ലറ്റ്, ഇത് മുറ്റം, ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കും അയാൾക്ക് ആ ജോലി ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് ജോലി പഠിപ്പിക്കണ്ട, പക്ഷെ എവിടെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കും. നമുക്ക് വീട്ടിലൊരു കുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ കുട്ടിക്ക് ജോലിയും അറിയില്ല. അപ്പൊ കുട്ടിയെ നമ്മൾ ജോലികൾ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ കുട്ടികൾ പഠിക്കുമോ? ഇല്ല. കുട്ടികളുടെ മുന്നിൽ നമ്മളത് ചെയ്ത് കാണിച്ചാൽ കുട്ടികൾ പഠിക്കും. അപ്പൊ അങ്ങനെയാണ് ആശയവിനിമയം എന്നുള്ളത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ്. ചിലർക്ക് ചെയ്ത് കാണിച്ചാൽ പഠിക്കും, ചിലർക്ക് പറഞ്ഞു കൊടുത്താൽ പഠിക്കും, ചിലർക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ പഠിക്കും, ചിലർക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്ത് പഠിച്ചോളും. പല രീതിയിലുണ്ട് പഠനങ്ങൾ. അപ്പോ നമ്മുടെ ഒരു ആവശ്യം നടപ്പിലാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട്, വ്യക്തികളോട്, മൃഗങ്ങളോട് ഒക്കെ നമ്മൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും. അതിനനുസരിച്ച് അവർ പൊരുത്തമാകും, അവർ ആ പ്രക്രിയ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ആശയവിനിമയത്തിലൂടെ അതിനെ പൊരുത്തമാക്കുക. നമ്മൾ പോകുന്ന വഴി, നമ്മൾ നടന്നു പോകുന്ന ഒരു ഇടവഴിയിൽ ഒരു മുള്ളിന്റെ ചെടി ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ കുനിഞ്ഞു പോകും. ഒരു പ്രാവശ്യം പോയാണെങ്കിൽ ചിലപ്പോൾ കുനിഞ്ഞു പോയാൽ മതി. സ്ഥിരം പോകുന്ന വഴിയാണ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ മുള്ളിന്റെ ആ കമ്പിനെ നമ്മൾ അങ്ങ് ഒടിക്കും. വെട്ടുകത്തിയോ അല്ലെ കയ്യോ അല്ല എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളൊന്ന് ഒടിച്ചിട്ട് അതിനെ വഴി മാറ്റിയിടും. ഒരിക്കലും ശരിയാണോ തെറ്റാണോ എന്നുള്ള അതിന്റെ ധാർമ്മികതയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, നിങ്ങൾ ഒരു ചെടിയെ ഒരു ഇലനാമ്പിനെ പോലും നുള്ളിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ വനയാത്രകളിൽ എന്റെ കൂടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം കാര്യം. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ കൊമ്പ് ഇവിടെ കിടക്കണമെങ്കിൽ അതിനെ ഒടിച്ചും അപ്പുറത്തേക്കും മറിച്ചിടും. അപ്പോ എനിക്ക് എന്തു വേണോ വേണ്ടതിനനുസരിച്ച് എന്റെ സാഹചര്യങ്ങളെ ഒടിച്ച് മടക്കി വഴി മാറ്റാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ അവിടെ പ്രയത്നിക്കുന്നത്. എനിക്ക് അവിടേക്ക് പൊരുത്തമാകണമെങ്കിൽ ഞാൻ അതിന്റെ വഴി മാറ്റും. ഞാനൊരു പ്ലഗ് എന്റെ പിന്ന് കൊണ്ടുപോയിട്ട് പ്ലഗിൽ കുത്താൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് കടന്നൽ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ടെസ്റ്റർ എടുത്തിട്ട് അതിങ്ങനെ പതുക്കെ കുത്തി ആ മണ്ണ് കളഞ്ഞ ശേഷം പ്ലഗ് കുത്തും. അപ്പോ ഒന്ന് അങ്ങോട്ടേക്ക് അനുരൂപപ്പെടണമെങ്കിൽ എന്റെ കയ്യിലുള്ള ഒന്ന് മറ്റൊന്നുമായി പൊരുത്തമാകണമെങ്കിൽ ആ പൊരുത്തമാക്കാനായിട്ട് അതിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ സാധാരണ ചെയ്യുന്നതാണ്. ഇപ്പോ എന്റെ വീട്ടില് ഒരു ജോലിക്ക് ഒരാൾ വരുമ്പോൾ ആ ജോലിക്ക് അയാൾക്ക് അത് അറിയില്ലെങ്കിൽ ആ ജോലി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് ഒരാൾ വന്നു. എന്റെ വീട്ടിൽ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ പുതിയ വാഷിംഗ് മെഷീന്റെ ഓപ്പറേഷൻ പുള്ളിക്ക് അറിയില്ല, വാഷിംഗ് മെഷീന്റെ ഓപ്പറേഷൻ അറിയില്ല. അപ്പൊ ഞാൻ അയാളെ ഇരുത്തി പഠിപ്പിക്കും.
അയാൾക്ക് അത് പഠിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ കഴിവുണ്ടാക്കാൻ പാകത്തിൽ ഞാൻ അയാളെ പഠിപ്പിക്കും ആദ്യം, എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോ ഈ 10, 200, 300 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയൽ സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യാനുള്ള വർക്കേഴ്സിന് ഇവിടെ ആവശ്യം. അപ്പൊ ഇൻഡസ്ട്രി പറയുന്ന ഭാഷയിൽ, ഇൻഡസ്ട്രി പറയുന്ന രീതിയിൽ, ഇൻഡസ്ട്രി പറയുന്ന സമയത്ത്, ഇൻഡസ്ട്രി പറയുന്ന ക്രമത്തിൽ ജോലി ചെയ്യാനുള്ള കുറെ ആളുകൾ ഇവിടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസം എന്നുള്ളൊരു സമ്പ്രദായം ഇവിടെ ഉണ്ടായത്. ആ വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെ അവരുടെ ഫാക്ടറികൾ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള തൊഴിലാളികളെ ഇവിടെ വാർത്തെടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശം നടപ്പിലാക്കാനായിട്ട് ഇവിടെ നമ്മുടെ വീടിന്റെ വാതിക്കൽ, വീടിന്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നമ്മളൊരു ചെറിയ വിദ്യാലയം ഉണ്ടാക്കി ആ വിദ്യാലയത്തെ അവിടെ പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകും. അതിലൂടെ നമ്മൾ ആളുകളെ മോൾഡ് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന ആളുകളെ ഉണ്ടാക്കും. അപ്പോൾ ഒരു കാര്യത്തെ നടപ്പിലാക്കാനായിട്ട് നമ്മൾ അതിനു വേണ്ടുന്ന രീതിയിൽ ആ നടപ്പിലാക്കേണ്ടുന്ന ആളുകളെ പക്വപ്പെടുത്തും. അതിനു വേണ്ടുന്ന ട്രെയിനിങ് ആദ്യമേ കൊടുക്കും. എന്നിട്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യിപ്പിക്കും, അല്ലെ? അപ്പൊ ഇതാണ് അതിന്റെ രീതി. ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ആ എഞ്ചിനീയറിംഗ് പഠിച്ചു വന്നത് കൊണ്ട് ഒരു വീട് കെട്ടുമെന്ന് പറഞ്ഞ ഉടനെ അയാൾക്ക് വീട് കെട്ടിത്തരാൻ പറ്റുന്നത്. നമ്മൾ വീട്ടിലൊരു ചെറിയ ഭാഗം ഉണ്ടാക്കാനുണ്ടെങ്കിൽ ആ കെട്ടി ഉണ്ടാക്കുന്ന ഭാഗം നമ്മൾ പോയി ചെയ്യല്ല ചെയ്യുന്നത്. പണി അറിയുന്ന ഒരാളെ വിളിച്ച് ചെയ്യണം. കാരണം അയാൾക്ക് ചെയ്ത് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്ത് പരിചയമുണ്ട്, അതിൽ പ്രാവീണ്യമുണ്ട്. ആ പ്രാവീണ്യം കൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നമുക്ക് ഒരു കാര്യം ഇവിടെ സാധ്യമാകണമെങ്കിൽ ആ സാധ്യമാകേണ്ടത് എന്ത് എന്നുള്ളത് നമ്മളത് ചെയ്യേണ്ടുന്ന ആളോട് ആവശ്യപ്പെടണം. എന്റെ തൊഴിലാളിയോടാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഇണയോടാണെങ്കിൽ, എന്റെ മകനോടാണെങ്കിൽ, മകളോടാണെങ്കിൽ, എന്റെ അയൽക്കാരനോടാണെങ്കിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തു വേണം എന്നുള്ളത് ഞാൻ വിനിമയം ചെയ്യണം. ആ വിനിമയം ചെയ്യുമ്പോഴാണ് അവിടെ അതിനനുസരിച്ചൊരു മാറ്റം ഉണ്ടാവുക. അപ്പോ ജൈവ വ്യവസ്ഥകൾ അല്ലാത്തവ തമ്മിലുള്ളതാണ് ഈ പ്ലഗും പിന്നും തമ്മിലുള്ള ബന്ധം പറഞ്ഞത്. ജൈവ വ്യവസ്ഥകൾ തമ്മിൽ പൊരുത്തമാകണമെങ്കിൽ, ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ആ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകേണ്ടതുണ്ട്. ചേർത്ത് പ്രവർത്തിക്കാൻ ഒരു കണക്ഷൻ ഉണ്ടാകേണ്ടതുണ്ട്. ആ കണക്ഷൻ എങ്ങനെയാകണം എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണ് വിനിമയം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ എന്റെ തൊഴിലാളിയെ പറഞ്ഞു ബോധിപ്പിച്ച് ആ പണി ചെയ്യിപ്പിക്കുന്നത്? തൊഴിലാളിക്ക് ഇത് അറിയാനുള്ള ബോധമില്ലെങ്കിൽ എന്താവും? ഞാൻ പറഞ്ഞ പണിയല്ല അയാൾ ചെയ്യുക, അയാൾ നേരെ തിരിച്ചായിരിക്കും ചെയ്യുക. അപ്പോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ബോധിപ്പിച്ച് ആ പണി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. എന്റെ അകത്തേക്ക് എനിക്കൊരിടത്തേക്ക് നടക്കണമെന്നിരിക്കട്ടെ, എനിക്കൊരിടത്തേക്ക് പോകണമെന്ന് തോന്നി, ഞാൻ നടക്കണം എന്നല്ല ആലോചിക്കുക, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നി. പോകണമ്പോൾ ആദ്യം ഞാൻ എഴുന്നേക്കണം. എന്നാ പിന്നെ എഴുന്നേറ്റേക്കാമെന്ന് നമ്മൾ കരുതുന്നു. ശരീരം ഉയരണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എന്റെ അവയവത്തോട്, എന്റെ കാലുകളോട് പറയണം, കാലേ നീ ഉയരുമെന്ന്. നമ്മൾ അങ്ങനെ പറയുകയാണോ പതിവ്? അല്ല, നമ്മൾ വായ കൊണ്ട് പറയല്ല, കാലേ ഉയരുമെന്ന് പറയില്ല. കാലിനോട് ഉയരാൻ നമ്മൾ ഒരു തോന്നൽ എങ്ങോട്ടയക്കും. ഈ തോന്നൽ വിനിമയമാണ്. അപ്പോ നമുക്കകത്തിരിക്കുന്ന കാല്, ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും, കാല് പുറത്തല്ലേ? നമ്മുടെ തൊലിക്കകത്താണ് കാലിരിക്കുന്നത്. തോല് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മണ്ഡലത്തിന്റെ ഭൗതികമായ അതിര്. ഞാൻ എന്നുള്ളതിന്റെ ഭൗതികമായ അതിര് തോലാണ്. ഈ തോലിനകത്തിരിക്കുന്ന കാല് അപ്പൊ എനിക്കകത്താണ്. ആ എനിക്കകത്തിരിക്കുന്ന കാലിനോട് ഞാൻ പറയുന്നു, ഞാൻ എന്നുള്ള തോന്നൽ വെച്ചിട്ട് ഞാൻ പറയുന്നു, കാലേ നീ വരൂ എന്ന്. അപ്പൊ കാലിന് വരുമ്പോ ഞാൻ എഴുന്നേക്കും. ഇനി നടക്കൂ എന്ന് പറയുന്നു. അപ്പോ നടക്കുന്നു. നമ്മൾ തളർന്നിരിക്കുകയാണെന്ന് കരുതുക. നമുക്ക് എഴുന്നേക്കണമെന്ന് തോന്നി, ഞാൻ എഴുന്നേക്കാൻ അങ്ങ് ഒരുങ്ങുക. എഴുന്നേക്കാൻ ഒരുങ്ങുന്ന സമയത്ത് എഴുന്നേക്കണം എന്നുള്ള തോന്നലിനെ എന്റെ കാലിലേക്ക് അയച്ചു. പക്ഷെ കാല് അനങ്ങുന്നില്ല. കാരണം കാല് ക്ഷീണിച്ചു പോയി, കാല് കേൾക്കുന്നില്ല. എനിക്ക് പുറം ചൊറിയണമെന്ന് തോന്നുന്നു. ഞാൻ എന്റെ കയ്യോട് പറഞ്ഞു, കയ്യെ പുറം ചൊറിയുന്നു, പക്ഷെ കൈക്ക് പൊങ്ങാൻ കഴിയുന്നു. നിങ്ങൾ ഈ അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടാവും. ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ഒന്നും നടക്കില്ല. ആകെ നടക്കുന്ന കാര്യം ബെഡിൽ കിടന്നിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഉടനെ നടക്കുന്ന കാര്യം വെച്ചാൽ ബെഡിൽ കിടന്ന് മൂത്രമൊഴിക്കാൻ തോന്നിയാല്, ബെഡിൽ കിടക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ അതങ്ങ് നടക്കും, ബെഡ് വെറ്റിക്കും. ഇതല്ലാതെ വേറൊരു കാര്യം നമുക്ക് നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ചിരിക്കാൻ കഴിയില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? വിനിമയം എന്നുള്ളതല്ല. നമ്മൾ ആ വിനിമയത്തെക്കുറിച്ചുള്ള വിഭാവനം മാത്രമാണ് സംഭവിക്കുന്നത്. വിനിമയം നടക്കുന്നില്ല.
സ്വീകരിക്കാൻ അവിടെ ഒരു ഭാഗം ഉണർന്നിരിക്കുന്നില്ല. അപ്പൊ ഉണർന്നിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ ഇത് പറയുമ്പോഴാണ് വിനിമയം ഉണ്ടാവുക. ഞാൻ എൻ്റെ മകനോട് പറയുമ്പോൾ, എൻ്റെ വേലക്കാരനോട് പറയുമ്പോൾ, എൻ്റെ സുഹൃത്തിനോട് പറയുമ്പോൾ, ഈശ്വരനോട് പറയുമ്പോൾ ഒക്കെ ഞാൻ പറയുന്നത് കേൾക്കാൻ അവിടെ തുറന്നിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് അവിടെ പ്രവർത്തനം ഉണ്ടാവും. അപ്പോ ഞാൻ എൻ്റെ അവയവത്തോട് പറയുമ്പോൾ അവയവം കേൾക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അവയവത്തോട് പറയുമ്പോൾ അവയവം അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞ കഥ, ആശയവിനിമയം എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. ഇനിയാണ് അടുത്ത കാര്യം. ഇപ്പൊ നമ്മൾ ഈ പറയുന്നതെല്ലാം തന്നെ മനുഷ്യർ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ പ്രധാനമായിട്ടും പറഞ്ഞത്, അല്ലെ? മനുഷ്യർ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളോട് നിങ്ങളുടെ സുഹൃത്ത് പറയുന്നു, അല്ലെങ്കിൽ മകൻ പറയുന്നു, അല്ലെങ്കിൽ അച്ഛൻ പറയുന്നു. അവർ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ നിങ്ങൾ അതനുസരിച്ച് പൊരുത്തമാകുന്നു. ഈ മനുഷ്യരല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടു? ചില തോന്നലുകൾ നമ്മൾ നാട്ടിൻപുറത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും പോകാൻ ഒരുങ്ങി, പുറകിൽ നിന്ന് വിളിച്ചു, പോകണ്ടെന്നാണ് ലക്ഷണം, തിരിച്ചു പോയി. ലക്ഷണം എന്ന് നമ്മൾ പറയും. വിളിച്ചത് ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് പൂച്ച കുറുകെ ചാടി, പോകണ്ട എന്നുള്ള സൂചനയാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് നമ്മൾ പറയും. ഇത് സ്കൂളിൽ പോയി വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അന്ധവിശ്വാസമാണ്. സ്കൂളിൽ പോയിട്ടുണ്ട്, എന്നാലും നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കുറച്ച് ജീവിത പരിചയമൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നാട്ടു നടപ്പനുസരിച്ച് അങ്ങനെ ഒരു ദൃഷ്ടാന്തം വന്നു കഴിഞ്ഞാൽ, അപശകുനം വന്നു കഴിഞ്ഞാൽ, പിന്നെ അതിൽ നിന്നും മാറുന്നതാണ് നല്ലത് എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ച് അതങ്ങനെയാണെന്ന് വിചാരിക്കും. ഇപ്പൊ മോഹൻലാൽ ഒരു സിനിമയിൽ ഇടികൊടുത്തു എന്ന് പറയുന്ന കഥ യഥാർത്ഥത്തിലുള്ളതാണ് അല്ല, നമ്മളതൊരു കഥയായിട്ട് എടുക്കുന്നു. ആ കഥയ്ക്കനുസരിച്ച് നമ്മൾ പോകും. ശരിയാണ്. ഇപ്പൊ ഇവിടെ എന്തോ ഒരു ക്ഷുദ്രജീവി വന്നു എന്ന് പറഞ്ഞിട്ട് വായി മൂടിക്കെട്ടിട്ട് 3-4 കൊല്ലം വീട്ടിലിരുന്നില്ലേ? സത്യത്തിൽ അങ്ങനെ ഒരു ജീവി ഉണ്ടോ? അങ്ങനെ വായി മൂടിക്കെട്ടി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള മറ്റേ മാറാവാധികളൊക്കെ വരാതിരിക്കുമോ എന്നൊന്നും നമ്മൾ ചോദിച്ചില്ലല്ലോ. നമ്മളതങ്ങ് വിശ്വസിക്കുകയല്ലേ ചെയ്തത്. ശാസ്ത്രീയ വിശ്വാസം അല്ലെ, ശാസ്ത്രത്തിനെ വിശ്വസിച്ച് നമ്മൾ ആ വഴി പോവുകയല്ലേ ചെയ്തത്. അപ്പൊ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് ഫോളോ ചെയ്യും. അപ്പൊ പിന്നെ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, നമ്മൾ ഒരാൾ പറയുന്നു അതിനനുസരിച്ച് ചെയ്യുന്നു. അപ്പൊ ഇത് മറ്റേ മിസ്ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അനുസരിക്കാനൊക്കെ തോന്നും. അപ്പോ നമുക്ക് ഒരു വിനിമയം നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്ന സമയത്ത് ആ വിനിമയം എന്നുള്ളത് മനുഷ്യർ പറയുന്നത് തന്നെ ആകണമെന്നില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു കാര്യമാണ്, ഒരു ട്രെൻഡാകാം, ഒരു വിശ്വാസമാണ്, മനുഷ്യർ പറഞ്ഞു കേട്ട വിശ്വാസമാണ്, നമ്മുടെ ജീവിതാനുഭവം കൊണ്ടുള്ളതാകാം, നാട്ടു നടപ്പനുസരിച്ചുള്ളതാകാം. ഈ ദൃഷ്ടാന്തം എന്നുള്ളത് നാട്ടു നടപ്പനുസരിച്ച് കേട്ടതാണ് നമ്മൾ വിശ്വസിച്ചത്. നമ്മൾ പോകുമ്പോൾ പൂച്ച കുറുകെ ചാടിയാൽ ഈ കുറുകെ ചാടുന്ന പൂച്ച കൊണ്ട് എനിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുന്ന നാട്ടു നടപ്പനുസരിച്ചുള്ള വിശ്വാസമാണ് എന്റെ ഉള്ളിൽ ഉണ്ടായത്. പക്ഷേ ഇന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് നാട്ടിൽ ആരും പറഞ്ഞതല്ല, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പൂച്ച കുറുകെ ചാടി, അതിലെ പോകാൻ പറ്റില്ല, എന്റെ വിശ്വാസം ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഞാൻ അതിനെ ഉൾക്കൊള്ളും, എന്നിട്ട് ഞാൻ ഇന്ന് അതനുസരിക്കും. അപ്പോ എന്റെ ഉള്ളിലുള്ള ആ ഒരു തുറന്നിരിക്കുന്ന ജിജ്ഞാസാലുവായ ആ ഒന്നും എന്റെ ഓർമ്മയും ഒക്കെ കൂടെ ചേർന്നിട്ട് ആ ഒരു സാഹചര്യത്തെ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തെ ബോധ്യപ്പെട്ടു, പൂച്ച കുറുകെ ചാടി, അത് അപകടമാണ്, അതുകൊണ്ട് ഞാൻ ഇനി പോകരുത് എന്നത്. അപ്പൊ ദൃഷ്ടാന്തത്തെ, ശകുനത്തെ നമ്മൾ അവിടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ശകുനം എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മളോട് പറഞ്ഞ ഒന്നായിട്ട് എടുക്കുന്നു. ഈശ്വരൻ എന്ന് പറയുന്നതിന് പല സങ്കല്പങ്ങളുണ്ട്. ഇവിടെ നാട്ടുനടപ്പ് അല്ലെങ്കിൽ നാട്ടിലെ വിശ്വാസം അനുസരിച്ച് ഇതിങ്ങനെയാണ്, നാട്ടു നടപ്പനുസരിച്ച് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ അതിനെ വിശ്വസിക്കുകയാണെന്നുള്ള രീതിയിൽ കരുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കരുതി അതിനനുസരിച്ച് ഞാൻ വിശ്വസിക്കും. അപ്പോ മനുഷ്യരാണോ അവിടെ സംസാരിച്ചത്? മനുഷ്യർ പണ്ട് സംസാരിച്ചത്, ഇന്ന് മനുഷ്യരാണോ സംസാരിച്ചത്? അല്ല, എന്റെ വിശ്വാസം തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ എന്റെ വിശ്വാസത്തോട് സംവദിക്കാനായിട്ട് അവിടെ ഒരു സൂചന ഉണ്ടായത് ഒരു പൂച്ചയാണ്. പൂച്ച കുറുകെ ചാടി, പൂച്ച കുറുകെ ചാടിയപ്പോൾ അത് എന്നോട് സംവദിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായത്. ഇപ്പൊ മനുഷ്യർ തന്നെ ആകണം എന്നൊന്നുമില്ല നമ്മളോട് വിനിമയം ചെയ്യുന്നത്, അല്ലെ? ഇപ്പോ നമ്മള് സ്ഥിരം പറയുന്നൊരു കഥയുണ്ട്. ഇപ്പോ ഇടിമിന്നല് വന്നിട്ട് തല പോയൊരു തെങ്ങ്, അതിന്റെ മുകളിൽ 5-6 ഹോളുകളുണ്ട്. ഈ 5-6 ഹോളുകളിലായിട്ട്
അവിടെ കയറി അതിലെന്താ ഉള്ളതെന്ന് നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ഈ തെങ്ങ് എപ്പോ വേണമെങ്കിലും വീഴാം. അപ്പോ വീഴാനുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന തെങ്ങിന്റെ മണ്ടയിൽ നമ്മൾ ആരും കയറി നോക്കില്ല. അവിടേക്ക് ഒരു കിളി വായിൽ ഭക്ഷണമായിട്ട് പോകുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം അകത്ത് കൊടുത്തതിന് ശേഷം തിരിച്ച് കിളി പറക്കുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു എന്ന് വരുമ്പോ നമുക്ക് എന്താണ് മനസ്സിലാവുക? അതിന്റെ മുകളിൽ ഒരു കിളി കുഞ്ഞുണ്ടെന്ന്, അല്ലെങ്കിൽ ആ കിളിയുടെ കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മൾ അതിനെ അനുമാനം നടത്തും, അവിടെ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പോയി. അപ്പൊ ഇവിടെ നമ്മളോട് സംവദിച്ചത് ആരാണ്? പ്രകൃതിയിലെ ഒരു ചലനം. ആ ചലനം നമ്മളോട് സംഭവിച്ചു. അപ്പൊ ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പൂച്ച കുറുക്ക ചാടുമ്പോഴും കിളി അതിലിങ്ങനെ പറന്നു പോകുമ്പോഴും ഒക്കെ അത് കാണുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ബുദ്ധിയും ശക്തിയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണം ഒന്ന് എടുക്കുക. ഞാൻ എന്റെ കാലോട് പറഞ്ഞു, കാലയെ നീ എഴുന്നേൽക്കൂ, എന്നിട്ട് അങ്ങോട്ട് നടക്കൂ എന്ന് എന്റെ തോന്നൽ എന്ന ഭാഷയിൽ ഞാൻ എന്റെ കാലിനോട് പറയുമ്പോൾ കാല അത് അനുസരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നടക്കാൻ പറ്റുന്നത്, എനിക്ക് എഴുന്നേക്കാനും നടക്കാനും പറ്റുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ഒളിമ്പസിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കറിയാം, വ്യവസ്ഥാ നിയമം അനുസരിച്ച് കൂടുകൾക്കകത്ത് കൂടുകളായിട്ടാണ് ഇത് വിന്യസിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമി എന്ന വലിയ കൂടിനകത്ത്, മഹാഗർഭപാത്രത്തിനകത്താണ് ഞാൻ എന്ന ജീവി ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് ജീവിക്കുന്ന സമയത്ത് ഭൂമിയാകുന്ന ശരീരത്തിന് ഞാൻ അവയവത്തോട് പറയാനാകും, നീ എഴുന്നേൽക്കൂ, അങ്ങോട്ട് പോകൂ എന്നൊക്കെ. അതെന്തിനു വേണ്ടിയിട്ടാ? ഭൂമിയുടെ ഒരു ചലനത്തിന് വേണ്ടിയിട്ട്, അല്ല എന്റെ ചലനത്തിന് വേണ്ടിയിട്ട്, എന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടല്ല. ഭൂമിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമിക്ക് എന്നോട് നിർദ്ദേശിക്കാനാവും, നീ എഴുന്നേൽക്കൂ, അങ്ങോട്ട് പോകൂ എന്ന്, അല്ലെ? അപ്പൊ ഭൂമി എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ അത് ചെയ്യുകയാണെങ്കിൽ ഭൂമി ഈസിലായി. ഈസ് എന്ന് വെച്ചാൽ സൗഖ്യത്തിലായി. ഭൂമി എന്നോട് ആവശ്യപ്പെടുന്ന സമയത്ത് ഞാനത് ചെയ്തില്ലെങ്കിൽ ഭൂമിക്ക് കഷ്ടപ്പാടായി. ഭൂമിക്ക് മാത്രമല്ല, എനിക്കും കഷ്ടപ്പാടാവും. ഭൂമി എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്യാതിരുന്നാൽ ഭൂമിക്ക് മാത്രമല്ല എനിക്കും കഷ്ടപ്പാടാകും. അപ്പൊ ഭൂമി എന്നോട് ആവശ്യപ്പെടുന്നു, ഞാനത് ചെയ്യുന്നു, ചെയ്യണം. ചെയ്തില്ലെങ്കിലോ കഷ്ടപ്പാടാവും. ആ കഷ്ടപ്പാടുള്ളൊരവസ്ഥയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ വ്യവഹാര ജീവിതം എന്നൊക്കെ പറയാം. കഷ്ടപ്പാടില്ലാത്ത ഒരവസ്ഥയോ അതിനെന്താ പറയുക? ഈശ്വരീയം എന്ന് പറയും. കഷ്ടമില്ലാത്തവൻ, ക്ലേശമില്ലാത്തവനാണ് ഈശ്വരൻ. ഈശ്വരീയം എന്ന് വെച്ചാൽ ക്ലേശമില്ലാത്ത അവസ്ഥയാണ്. ആ ക്ലേശമില്ലാത്തൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപരി വ്യവസ്ഥയാകുന്ന ഭൂമി അല്ലെങ്കിൽ പ്രകൃതി പറയുന്നത് കേൾക്കണം. ആ പ്രകൃതി നമ്മളോട് പറയുന്നുണ്ടോ? ഈ പൂച്ച കുറുക്കെ ചാടിയ പോലെയും ആ കിളി പറന്നുപോയ പോലെയുമാണോ അത് നമ്മളോട് സംസാരിക്കുന്നത്? എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? എന്താണ് നമ്മളോട് പ്രകൃതി സംസാരിക്കുന്ന വിധം എന്താ? അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതിന് മനസ്സിലാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ വ്യക്തമായി അറിയേണ്ടി വരും. ഇവിടെ ഇരിക്കുന്നവർക്ക് മിക്കവാറും പേർക്ക് അറിയാമെന്നാണ് എന്റെ വിചാരം. പക്ഷെ പുതുതായിട്ട് ഈ യൂട്യൂബിലൊക്കെ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. പ്രപഞ്ചം എന്നുള്ളത് ഒറ്റ ശരീരമാണ്. പ്രപഞ്ചം എന്നുള്ള ഒരു വലിയ കൂടിനകത്താണ് ഒട്ടേറെ നക്ഷത്ര സമൂഹങ്ങൾ ഉള്ളത്, പലതരം ഗാലക്സികൾ ഉള്ളത്. ഓരോ ഗാലക്സിയും ഓരോ കൂടാണ്. ആ ഒരു കൂടായ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിക്കകത്ത് ഒരുപാട് കുട്ടി കുട്ടി നക്ഷത്ര സമൂഹങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത്. അതിനകത്ത് ഒട്ടേറെ കുട്ടി കുട്ടി ഗ്രഹങ്ങളുണ്ട്. അതിലൊരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഇതൊക്കെ കൂടുകളാണ് കേട്ടോ. ഗാലക്സി, മിൽക്കി വേ, സോളാർ സിസ്റ്റം, ഭൂമി എന്ന് പറയുന്നതൊക്കെ ഓരോ കൂടുകളാണ്. ഭൂമിക്കകത്ത് ജൈവരാശി എന്ന് പറയുന്ന ഒരു കൂടുണ്ട്. ജൈവരാശിക്കകത്ത് മനുഷ്യരാശി എന്ന് പറയുന്ന ഒരു കൂടുണ്ട്. മനുഷ്യരാശിക്കകത്ത് ഞാൻ എന്നൊരു കൂടുണ്ട്. മനുഷ്യനായ ഞാൻ, സന്തോഷ് ഒളിമ്പസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ പേര് ലേബൽ ചെയ്തോളൂ. അങ്ങനെ ഒരു കൂടുണ്ട്. അതിനകത്ത് കുറെ അവയവങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിനകത്ത് ഈ തോലാകുന്ന അവയവത്തിനകത്ത് കുറെ കൂടുകളുണ്ട്, അവയവങ്ങൾ. ആ അവയവത്തിനകത്ത് കുറെ പേശികളുണ്ട്. പേശികൾക്കകത്ത് കുറെ കലകളുണ്ട്. കലകൾക്കകത്ത് കുറെ കോശങ്ങളുണ്ട്. ഇതൊക്കെ കൂടുകളാണ്, ഓരോ കൂട്. ഇപ്പൊ കൂടിനകത്താണ് ഇരിക്കുന്നത്. നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് 50 ചോക്ലേറ്റ് വാങ്ങിച്ചു. 50 ചോക്ലേറ്റും ഓരോ ചോക്ലേറ്റും പൊതിഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം കൂടെ ഒരു വലിയ ചോക്ലേറ്റ് പാക്കറ്റിൽ ഇട്ടുണ്ടാവും. നമ്മൾ 10 പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിക്കും. അപ്പോൾ 50 കുട്ടി ചോക്ലേറ്റുകൾ ഇട്ടിട്ടുള്ള ഒരു വലിയ പാക്കറ്റ്. അങ്ങനെ 10 പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അവയെല്ലാം കൂടെ അവർ ഒരു പൊതിയാക്കി അങ്ങ് വെക്കും. ഇതിന്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങൾ, കുറെ വെറ്റില, കുറെ പാക്ക്, ഒരു കല്യാണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ, കുറെ കപ്പ് ഒക്കെ വാങ്ങിക്കുന്നു. ഇതെല്ലാം കൂടെ അവർ ചാക്കിൽ ഇട്ടിട്ട് തരും. അപ്പോൾ ചോക്ലേറ്റ് ഒരു പാക്കറ്റ്, ചോക്ലേറ്റിന്റെ പാക്കറ്റ് ഒരു പാക്കറ്റ്, ചോക്ലേറ്റ് പാക്കറ്റുകളുടെ പാക്കറ്റുകൾ ഒരു പാക്കറ്റ്, അതെല്ലാം കൂടെ ചേർന്നൊരു പെട്ടി,
അതെല്ലാം കൂടെ ചേർന്നൊരു ചാക്ക്, ഇതെല്ലാം കൂടെ ചേർന്നൊരു വണ്ടി. ഇത് കൂടുകൾക്ക് വെളിയിൽ കൂടുകളായിട്ടാണ്. ഇതാണ് കൂടുകളുടെ ക്രമീകരണം. നമ്മൾ ജീവിതത്തിൽ എല്ലായിടത്തും ഈ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ കൂടുകൾക്കകത്ത് കൂടുകളായി ക്രമീകരിക്കുന്ന അവസ്ഥയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുക. അപ്പൊ ആ രീതിയിലാണ് പ്രകൃതിയും അടുക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നില്ല കേട്ടോ. എന്തറിയോ, സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചാൽ നീയും ഞാനും ഒന്നാണെന്ന് പറഞ്ഞ് എനിക്ക് നിന്നോട് മത്സരിക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, നിന്നെ വെറുക്കാൻ പറ്റില്ല. അപ്പോ അതറിയാതിരിക്കാം, നിന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും പറഞ്ഞു തരാത്തത്. അപ്പൊ ഇവിടെ നമ്മൾ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത്, നമ്മൾ ചേർന്ന് പോകാനാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ചേർന്നിരിപ്പിനെ കുറിച്ച് പറയാം. നമ്മൾ ഒറ്റ ശരീരമാണെന്ന് നമുക്ക് പറയാം. ആ ഒറ്റ ശരീരമാകുന്നത് കൊണ്ട് തന്നെ ആ പ്രപഞ്ചം എന്ന കൂടിനകത്ത് ഇങ്ങനെ മിൽക്കി വേ, സോളാർ സിസ്റ്റം, ഭൂമി എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ. ആ ഭൂമിയാകുന്ന ശരീരത്തിന്റെ അകത്തെ ഒരു അവയവമാണ് ഞാൻ. അപ്പൊ ഭൂമിയുടെ ഓരോ പ്രവർത്തനത്തിലും ഭൂമിയുടെ ഓരോ കോശങ്ങളും ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഓരോ അവയവങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? എന്റെ ശരീരത്തില് ഞാനിപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ വായിലെ കോശങ്ങള്, വായിലെ പേശികള്, കണ്ണിലെ പേശികള്, മുഖത്തെ പേശികള്, കയ്യിലെ പേശികൾ, അതൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഈ ഓരോ പേശിയും ചലിക്കാൻ അതിന്റെ കലകളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കലകളെ ചലിപ്പിക്കണമെങ്കിൽ അവയ്ക്കകത്തുള്ള കോശങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവയെല്ലാം ചലിച്ചുകൊണ്ടുള്ള ഒരു ഏകീകൃത പ്രവർത്തനമാണ് നിങ്ങളുടെ മുന്നിലുള്ള സംസാരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ, ഞാൻ വെളിയിലുള്ള ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്, സംസാരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ അകത്തെ ആ അവയവത്തോട്, അവയവം കലയോട്, കല കോശത്തോടും ഒക്കെ നിരന്തരമായിട്ട് നീ ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറച്ചിൽ തോന്നലിന്റെ രൂപത്തിലാണ്. ഇപ്പൊ നമ്മൾ ടോയ്ലറ്റിൽ പോണ സമയത്ത് ടോയ്ലറ്റിൽ പോകുന്നവരെ നമ്മൾ അപ്പീടില്ലല്ലോ. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിടത്തിൽ എന്ന് നമ്മൾ പറയുന്നതോടുകൂടി ആ പൊക്കോട്ടെ എന്ന് നമ്മൾ പറയാറില്ല, ആ പോകൂ എന്ന് നമ്മൾ കമാൻഡ് ചെയ്യാറില്ല. നമ്മൾ അവിടെ ഇരുന്ന് ഒന്ന് അമർത്തി കൊടുക്കും. അതൊരു തോന്നലിനെയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ആ തോന്നൽ കൊടുത്തു കഴിയുമ്പോൾ അത് ഒരു ചോദനയെ നമ്മൾ വെളിപ്പെടുത്തുകയാണ്. ആ ചോദനയെ വെളിപ്പെടുത്തി കഴിയുമ്പോൾ അപ്പി അങ്ങ് പോകും. അത്ര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള കാര്യത്തോട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ ശ്വസിക്കുമ്പോൾ തനിയെ ശ്വസിക്കും, പക്ഷെ ഒന്ന് പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് ശ്വസിക്കും. എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതുപോലെ ഈ തോന്നലുകൾ വഴിയാണ് നമുക്ക്, നമ്മുടെ തൊട്ടു താഴെയുള്ളതിനെ തോന്നൽ വഴിയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. അത് അതിനും അകത്തുള്ളതിനോട് എങ്ങനെയാണ് സംവദിക്കുക? ഇതേപോലെ തന്നെ ആന്തരിക ചോദന വഴി, ആ തോന്നൽ വഴിയാണ്, ചോദന നമുക്ക് വിളിക്കാം അതിനെ, ചോദന വഴിയാണ് സംവദിക്കുക. ബാഹ്യചോദന എന്ന് പറയുമ്പോൾ നമ്മള് ബാഹ്യ ദിശയിലുള്ള ചോദന എന്ന് പറയുമ്പോൾ അകത്ത് നിന്നും നമുക്ക് വിശപ്പ് വരുന്നു, ആ ബാഹ്യ ദിശയിലുള്ള ചോദനയാണ്. വിശപ്പ് മാറി, അകത്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ വിശപ്പ് മാറി, അപ്പോൾ പുറത്തു നിന്നും അകത്തേക്കുള്ള ചോദനയാണ്. ആന്തരിക ദിശാ ചോദനയാണ് അകത്തേക്ക് പോകുന്നത്. ആ ചോദന വരുന്ന സമയത്താണ് നമുക്ക് ആ വയർ അതിനനുസരിച്ച് മാറുന്നത്, നമുക്ക് ടോയ്ലറ്റിൽ പോയിരിക്കാൻ പറ്റുന്നത്. ഞാൻ എഴുന്നേൽക്കൂ, നിൽക്കൂ എന്നൊക്കെ പറയുന്നത് എന്റെ ശരീരത്തിനകത്തേക്ക് കൊടുക്കുന്ന ആന്തരിക ദിശാചോദനകൾ ഉപയോഗിച്ചിട്ടാണ്, ഈ തോന്നലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പരസ്പരം വിനിമയം ചെയ്യുന്നത്. ഇത് വിനിമയം ചെയ്യുന്ന അതേപോലെ തന്നെ ഉപരിവ്യവസ്ഥയായ ഭൂമി നമ്മളോട് ഒരു തോന്നൽ വഴി നമ്മുടെ ഉള്ളിൽ തോന്നൽ ഉണ്ടാക്കാൻ പാകത്തിൽ ഒരു സംഭവം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തോന്നലുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് തന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളോട് പറയുന്നത് ഏത് ഭാഷയിലാണ്? പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന ഭാഷ എന്താണ്? അതിനെയാണ് ഇൻസ്റ്റൻസസ്, സന്ദർഭങ്ങൾ എന്ന് പറയുക. പ്രകൃതി നമ്മളോട് സംവദിക്കുന്ന ഭാഷയാണ് സന്ദർഭങ്ങൾ. സന്ദർഭങ്ങൾ ചേർന്നിട്ടാണ് സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അവ ചേർന്നിട്ടാണ് അവ അങ്ങനെ കുറേയേറെ സംഭവങ്ങളുടെ ചുറ്റുപാടെല്ലാം കൂടി ചേർന്നിട്ട് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാനിവിടെ പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. ഈ സന്ദർഭത്തിലൂടെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. സംഭവത്തിലൂടെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതിനൊപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന്റെ അപ്പുറത്ത് ചിലപ്പോൾ പട്ടിക്കുട്ടി അല്ലെങ്കിൽ പട്ടി വന്നിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മളെ തോണ്ടുന്നുണ്ടാവാം. നമ്മുടെ മക്കള് അപ്പുറത്തിരുന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ ശ്രദ്ധയെ വലിക്കുന്നുണ്ടാവാം. പക്ഷെ അതിൽ ഒരു ഈവന്റ് ഞാൻ സംസാരിക്കുന്നതാണ്. ഇത് ഒരു സന്ദർഭമാണ്, ഒരു സംഭവമാണ്, ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾ അപ്പുറത്ത് കൂടെ ഉണ്ടാക്കുന്നത് കൂടെ ചേർന്നതാണ് സാഹചര്യം. നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ മോൻ മൊബൈൽ നിങ്ങൾ അറിയാണ്ട് എടുത്തോട്ട് പോയിട്ട് ഗെയിം കളിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നത് ഒരു സംഭവമാണ്. ഞാൻ സംസാരിക്കുന്നുള്ളൊരു
സന്ദർഭമാണ്. അപ്പൊ ഈ സന്ദർഭങ്ങൾ വഴിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളല്ല, പ്രകൃതി നമ്മളോട് സംവദിക്കുന്നു. ഓരോ നിമിഷവും നമ്മുടെ മുന്നിലൂടെ ഓരോ സന്ദർഭങ്ങൾ കടന്നു. ആ ഓരോ സന്ദർഭവും പ്രകൃതിയാകുന്ന ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ, ഞാനല്ലാത്ത മറ്റു ഭാഗങ്ങൾ ചലിക്കുന്നുണ്ട്. ആ ചലിക്കുന്നതിനൊപ്പം ഇപ്പോ കുറച്ചു പേർ ചേർന്നിട്ട് വീണ് കിടക്കുന്ന ഒരു വണ്ടി വലിച്ചു കയറ്റുകയാണ്. അത് കണ്ടു നിൽക്കുന്ന ഞാൻ, എല്ലാവരും കൂടെ വലിച്ചു കയറ്റുന്നു, ഞാനത് കണ്ടു നിൽക്കുകയാണ്. ഇങ്ങനെ കൈ പിടിച്ച്, മലയാളികളുടെ സ്വഭാവത്തിൽ എന്ത് കണ്ടാൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് ആ സംഗതിയുടെ ഭാഗമാകാൻ കഴിയുമോ? ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ട? സത്യത്തിൽ എല്ലാവരും കൂടെ വലിക്കുമ്പോൾ ഞാനും കൂടെ വലിച്ചു കഴിഞ്ഞാൽ അതിന് ബലം കൂടും. ആ പ്രക്രിയ കൃത്യമായിട്ട് സംഭവിക്കും. അതല്ലേ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ അതിന്റെ കൂടെ കൂടുകയല്ലേ വേണ്ടത്? അതുപോലെ എന്റെ മുകളിലേക്ക്, എന്റെ മുന്നിലൂടെ കുറേയേറെ സംഭവങ്ങൾ കടന്നു പോകുന്നു. എന്തിനാണ് അതൊക്കെ കൂടെ കടന്നു പോകുന്നത്? പ്രകൃതിയിലെ ഒരു പ്രവർത്തനം, പ്രകൃതിയാകുന്ന ഭൂമിയാകുന്ന ആ മഹാശരീരത്തിന്റെ ഒരു ശരീരപ്രവർത്തനം അവിടെ സംഭവിക്കുകയാണ്. ആ ശരീരപ്രവർത്തനം സംഭവിക്കുമ്പോൾ ശരീരപ്രവർത്തനത്തിന്റെ ഭാഗമായി എന്തൊക്കെയോ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രകൃതിയാകുന്ന, ഭൂമിയാകുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചലനം അവിടെ നടത്തുന്നു. ഇതാണ് എന്റെ ചുറ്റുപാടായിട്ട്, കാലാവസ്ഥയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കാലാവസ്ഥയായിട്ട് എന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആ ഒരു കാര്യം, മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രകൃതിയുടെ ശരീര ചലനം എന്ന് പറയുന്നത്, ഭൂമിയുടെ ശരീര ചലനം എന്ന് പറയുന്നത്. ഞാനും കൂടെ ഭാഗമായി അതിന്റെ ഒപ്പം ചലിക്കുമ്പോൾ ഞാനും അതിനൊപ്പമായി. അതിന്റെ ഒപ്പം ഞാൻ അതിനെ അനങ്ങില്ല, ഞാൻ ആ വഴി പോകില്ല എന്ന് പറഞ്ഞു നിന്നാലോ മുമ്പേ പറഞ്ഞതുപോലെ കഷ്ടപ്പാടും ദുരിതവും. അപ്പോ പ്രകൃതി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രകൃതിയോട് അനുകൂലപ്പെട്ട്, ആ പരിസരത്തോട്, പരിസ്ഥിതിയോട് അനുകൂലപ്പെട്ട് ഞാനും ചലിക്കേണ്ടതുണ്ട്. അതിനോട് അനുകൂലപ്പെട്ട് ചലിക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. ഇംപ്രവൈസ് ചെയ്യുക, അതിന് ശുഭകരമായി അതിനോടൊത്തുകൂടുക, ശുഭകരമായി അതിനോടൊത്ത് ചേരുക. അതാണ് ശുഭീകരണം അല്ലെങ്കിൽ പോസിറ്റിവേഷൻ എന്ന് പറയുക. ആ പോസിറ്റിവേഷനോട് കൂടി അതിനകത്ത് നമ്മൾ അതിനെ തുടർന്ന് ആ പ്രവൃത്തിയെ അനുകൂലിച്ച് അതിനെ പുഷ്ടിപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഇംപ്രവൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഇംപ്രവൈസേഷനിലൂടെയാണ് നമ്മൾ അതിനൊപ്പം പോകുന്നത്. പക്ഷെ ഇംപ്രവൈസ് ചെയ്യണം നമ്മൾ എങ്ങനെ അറിയാം? സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അതിനോട് നമ്മൾ കാണിക്കുന്ന റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ഒരു പ്രതികരണമുണ്ടല്ലോ. ആ പ്രതികരണം വഴിയാണ് നമ്മൾ അതിനോട് സഹകരിക്കുന്നത്. നമ്മുടെ നേരെ ഒരു കല്ല് പാഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ ഒരു തേങ്ങ പാഞ്ഞു വന്നാൽ നമ്മൾ ഉടനെ തന്നെ മുഖം തിരിക്കും, നമ്മളിങ്ങനെ ഞെട്ടി കൈകളൊക്കെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യും. അതെന്തിനാ? നമ്മുടെ മേലെ തട്ടാതിരിക്കാൻ. ഇത് നമ്മൾ ആലോചിച്ച് കൂട്ടി ചെയ്യുന്നൊന്നുമല്ല. നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും ജനിച്ച് വീണ് ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു കുട്ടിയുടെ മുഖത്ത് നമ്മൾ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ കണ്ണടയ്ക്കും. അത് ആ ഡിഫൻസ് മെക്കാനിസം എന്നുള്ളതാണ്. ആലോചനയൊന്നും വേണ്ട, തനിയെ തന്നെ അത് വർക്ക് ചെയ്യും, അല്ലെ? അത് ഇൻവോളണ്ടറി ആക്ഷനാണ്. ഇൻവോളണ്ടറി ആയിട്ട് അത് വർക്ക് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ അതിനെ തടുക്കുകയും ഒക്കെ ചെയ്യും. കുറെ കഴിയുമ്പോൾ നമുക്ക് വോളണ്ടറി ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. വേണം എന്നുള്ളത് നമുക്ക് അത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മൾ പരിശീലിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചുകൊണ്ടല്ല ആരും വരുന്നത്. പക്ഷെ ഡ്രൈവിംഗ് കുറച്ച് ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും, ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും. നിരന്തരമായി ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു സ്കില്ലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതുപോലെ പ്രകൃതി നമ്മളോട് സംവദിക്കുന്ന കാര്യത്തിനോട് നമുക്കൊരു നാച്ചുറൽ റിഫ്ലക്സ് ഉണ്ട്. അപ്പൊ പ്രകൃതി അതിന്റെ ഓരോ സന്ദർഭങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നമ്മളോട് പറയുമ്പോൾ അതിനോട് നമുക്ക് പറയാനുള്ള, അതിനോട് തിരിച്ച് പ്രതിനില കൊള്ളുവാനുള്ള ശേഷി, പ്രതികരണ ശേഷി നമുക്കുണ്ട്, ജന്മസിദ്ധമായിട്ടുണ്ട്. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. അതിനും അപ്പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അത്തരം ഒരു ഈവന്റ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ശരീരം ചലിക്കും. നമുക്ക് വികാരങ്ങൾ ഉണ്ടാവും. വികാരം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. വികാരങ്ങൾ ഉണ്ടാവും. ആ വികാരത്തിനനുസരിച്ച് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പ്രതികരണം ഉണ്ടായിരുന്നു. ഒരു കയറ് കിടക്കുന്ന ഇരുട്ടത്ത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചെറിയ നിലാവിളിച്ചത് അവിടെ കയറിങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് ഉടനെ ഞാൻ പാമ്പാണെന്ന് കരുതി, ഉടനെ വികാരം കൊണ്ടു, ഞാൻ ഉടനെ ഓടിച്ചെന്ന് വടിയെടുത്ത് അതിനെ തല്ലാൻ ഒരുങ്ങി. അപ്പോ വികാരത്തോട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു തരം പ്രതികരണം. നമ്മുടെ മുന്നിലേക്ക് പ്രകൃതി നൽകുന്ന കാര്യത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ നിരീക്ഷിച്ചിട്ട് ആ നിരീക്ഷണത്തെ ശരിയാം വിധം വിശകലനം ചെയ്ത് വെളിയിലേക്ക് കൊടുക്കാനുള്ള പരിശീലനം. ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ പഠിച്ചുകൊണ്ടാണ് നമുക്ക് പക്വത എന്നുള്ള അവസ്ഥ എത്തുന്നത്, ഇല്ലേ? ചെറിയ കാലത്ത് നമുക്കിത് എന്താണെന്നറിയില്ല. ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ണടയ്ക്കുന്നല്ല, അത് എന്തിനാ കാറ്റ് വരുന്നത് നമുക്കറിയില്ല. കുറച്ച് കഴിയുമ്പോൾ കാറ്റ് വരുന്നതിന്റെ ഉറവിടം ഫാനാണെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ കാറ്റ് വരുന്നതിന്റെ ഉറവിടം
ജനാലയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. പക്ഷെ ചിലർക്കൊക്കെ ഉണ്ട് എന്ത് ജീവിതത്തിൽ അനുഭവം വന്നു കഴിഞ്ഞാൽ അതിന്ന് പഠിക്കാതെ അതിനെ നന്നാക്കിയെടുക്കാൻ നമ്മൾ അതനുസരിച്ച് അനുകൂലപ്പെടുക. നല്ലൊരു കാറ്റ് വരികയാണെങ്കിൽ കാറ്റൊഴുകിപ്പോട്ടെ എന്ന് കരുതിയിട്ട് കാറ്റില്ലാത്ത വശത്ത് ചെന്ന് നിന്നാൽ മതി, കാറ്റൊഴുകിപ്പോഴും. കാറ്റിനെ നമുക്ക് തുരത്താൻ കഴിയില്ല. പക്ഷെ നമുക്ക് തുരത്തണം എന്നുള്ള തോന്നലുള്ളവരാണ് മനുഷ്യർ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും. ആധുനിക വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന സന്ദർഭങ്ങളൊക്കെ തന്നെ എന്റെ ശത്രുവാണെന്ന്, എന്റെ ഉപരിവ്യവസ്ഥ, എന്നെ പേറുന്ന ഗർഭപാത്രമായ പ്രകൃതി എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു കവചത്തിനകത്ത് ഇനി അടുത്ത നിമിഷം നീ എന്ത് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി നമുക്ക് തരുന്നതാണ് അനുഭവങ്ങൾ. ആ അനുഭവങ്ങളെ കാണുമ്പോൾ എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി വന്ന, എന്നെ ദുരിതത്തിലാക്കാൻ വേണ്ടി വന്ന ശത്രുക്കളാണ് ഈ കാണുന്നതൊക്കെ എന്ന് കരുതുന്നതാണ് മനുഷ്യന്റെ രീതി. ഇന്നലെ തുടങ്ങിയല്ല, അനാദികാലം മുതൽ അങ്ങനെ തന്നെ. സംസ്കാരം ഉണ്ടായ കാലം മുതൽ, വിദ്യാഭ്യാസം ഉണ്ടായ കാലം മുതൽ, യുക്തി ഉണ്ടായ കാലം മുതൽ, അലിയനേഷൻ ഉണ്ടായ കാലം മുതൽ, വ്യക്തിപരത ഉണ്ടായ കാലം മുതൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ്. പ്രകൃത്യാത്മീയത ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രകൃതി തത്വശാസ്ത്രം ഇതിന് വെളിച്ചം നൽകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന ഈ ഘടനാവിന്യാസത്തിനകത്ത് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളും നമ്മളോടുള്ള വിനിമയങ്ങളാണെന്നും ആ സന്ദർഭങ്ങളെ ശരിയാം വിധം അറിഞ്ഞ് അനുകൂലപ്പെട്ട് പ്രതിനില കൊണ്ടാൽ മാത്രമേ നമുക്ക് ശുഭകരമായി ജീവിക്കാനാകുമെന്ന്. പക്ഷെ കഷ്ടകാലം കൊണ്ട് നമുക്ക് ഈ സംഭവത്തിൽ വേണ്ടുന്ന പരിശീലനം മുഴുവനായിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പാകപ്പെടാൻ എന്റെ മുന്നിലേക്ക് വരുന്ന അത് മുഴുവൻ എന്റെ ശത്രുക്കളാണ്, എന്നെ കേടുവരുത്താൻ വരുന്ന പിശാചുക്കളാണ് എന്ന രീതിയിൽ നമ്മൾ കാണുന്നതിന് പകരം പ്രകൃതി എന്നോട് സംവദിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ്. ആ പ്രതികരണത്തെ ഞാൻ അറിഞ്ഞ് അതിനോട് പ്രതിനില കൊണ്ടാൽ പ്രകൃതി എനിക്ക് അനുകൂലമായിരിക്കും, എനിക്ക് കഷ്ടപ്പാടും ദുരിതം ഉണ്ടാവില്ല, ഞാൻ ദൈവികതയിലായിരിക്കും എന്ന കാര്യം നമുക്കറിയാം. ഇതറിയാൻ എന്താണ് മാർഗം? ഇതറിയാനുള്ള മാർഗം നമ്മളിവിടെ നമ്മുടെ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നവർക്കറിയാം. നമ്മുടെ ഈ കോർട്ടേക്കാർവ് എന്ന് പറയുന്ന പ്രാക്ടീസ്, നമ്മൾ പല പ്രാക്ടീസുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, കോർട്ടേക്കാറിന്റെ പല പ്രാക്ടീസിലൂടെ കടന്നു പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻസ്റ്റൻസസ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്, അതിന് എന്ത് നിയമമാണ് പ്രകൃതി പാലിക്കുന്നത്, ആ നിയമത്തെ പാലിക്കാൻ നമ്മൾ എത്രത്തോളം ബാധ്യസ്ഥമാണ്, ആ നിയമം പാലിച്ചില്ലെങ്കിൽ അത് നമ്മുടെ മേലെ എങ്ങനെ കൊള്ളും, അതിനെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ അതിനുള്ള ശേഷി, ആന്തരിക ശേഷി നമുക്കുണ്ടോ, ആന്തരിക ശേഷി ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ആർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോർട്ടേക്കാർവില് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കോർട്ടേക്കാർവ് പ്രാക്ടീസിലൂടെ ഇത് സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ കായിക വിനോദങ്ങൾക്ക് പോകുന്നതിരിക്കട്ടെ, ഫുട്ബോൾ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഓടി നടക്കുന്നതിനിടയിൽ നിങ്ങളുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ പറന്നു വരുന്ന ഒരു പന്ത്, ആ പന്തിലൂടെ എന്ത് പ്രതിനില കൊള്ളണമെന്ന് നിന്ന നിപ്പിൽ ധാരണയിലെത്താൻ നിങ്ങൾക്ക് കഴിയും പരിശീലനം ഉണ്ടെങ്കിൽ. ഇത് ഈ വിധത്തിലുള്ളൊരു പരിശീലനമാണ്. പ്രകൃതി നിങ്ങളോട് സംവദിക്കുന്ന കാര്യങ്ങളോട് കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ പ്രതിനില കൊള്ളണം എന്നുള്ളതിന്റെ പരിശീലനമാണ്. പക്ഷേ ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്ക് ഒന്നും തന്നെ, അല്ലെങ്കിൽ ഭൂരിഭാഗം ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്കും അറിയാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ പരിശീലനം എന്ന് പറയുന്നത് നിങ്ങളും പരിസ്ഥിതിയും തമ്മിൽ, നിങ്ങളും പ്രകൃതിയും തമ്മിൽ, നിങ്ങളും ഈശ്വരനും തമ്മിലുള്ള വിനിമയത്തിന് വേണ്ടുന്ന ട്രെയിനിങ് ആണ്. സത്യത്തിൽ ഫുട്ബോൾ ട്രെയിനിങ് ഒക്കെ കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. കൃത്യമായിട്ട് എങ്ങനെയാണ് പരിസരത്തോടും നമ്മുടെ ചുറ്റുപാടുമുള്ളതിനോടും ഇടപെടേണ്ടത്, ഞാൻ എങ്ങനെയാണ് അതിനോട് പ്രതിനില കൊള്ളേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഈശ്വരീയത്തിലാകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ബോധം നമുക്ക് ഈ പരിശീലനത്തിലൂടെ കിട്ടുക. എല്ലാവർക്കും പരിശീലനം കിട്ടിയാൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. നല്ല താളബോധമുള്ളവർക്ക്, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, നല്ല താളമുള്ളവർക്ക് എന്നല്ല, നല്ല താളബോധമുള്ളവർക്ക്. വീണ്ടും ശ്രദ്ധിക്കുക, ഞാൻ നല്ല ബുദ്ധിയുള്ളവർക്ക് നല്ല പറഞ്ഞത്, നല്ല താളബോധമുള്ളവർക്ക്. താളമോ ബുദ്ധിയോ അല്ല കൂടുതൽ, താളബോധമാണ് കൂടുതൽ എന്നുള്ളവർക്കാണ് ഇതിൽ വിജയിക്കാൻ കഴിയുക. അധികം ബുദ്ധിയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, അധികം താളമുള്ളവർക്കും ഇതൊന്നും വഴങ്ങൂല, യാഥാസ്ഥിതികതയിലൂടെ പോകുന്നവർക്ക് ഇതൊന്നും വഴങ്ങൂല. ഇതിനൊരു താളമുണ്ട്, ആ താളത്തെ അറിഞ്ഞ് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് അതിനനുസരിച്ച് ക്രമപ്പെടാൻ പറ്റും. ഈ ക്രമപ്പെടൽ ആ ക്രമപ്പെടൽ നടത്തുന്നത് അയാൾ ഒരു പരിശീലനത്തിലൂടെ, ആ പരിശീലനം നടത്തുന്ന സമയത്ത് ഇതിനെല്ലാം കൈകാര്യം ചെയ്യുന്ന മനുഷ്യന്റെ കാര്യത്തിലാണ്, ഇതിനെല്ലാം കൈകാര്യം ചെയ്യുന്ന മസ്തിഷ്കം എന്നുള്ള സംഭവത്തിനും ഇതേപോലെ തന്നെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു താളം, ഒരു വഴക്കം ഉണ്ടായി വരും. ആ വഴക്കത്തിൽ നിന്നും
ഫുട്ബോളിനോട് നമുക്ക് എങ്ങനെ വഴങ്ങി നിൽക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ എന്റെ പരിസരത്തോട് വഴങ്ങാൻ, എന്റെ കുഞ്ഞിനോട് വഴങ്ങാൻ, എന്റെ പട്ടിയോട് വഴങ്ങാൻ, എന്റെ ഇണയോട് വഴങ്ങാൻ, എന്റെ ഈശ്വരനോട് വഴങ്ങാൻ, എന്റെ പരിസ്ഥിതിയോട് വഴങ്ങാൻ ഉള്ള ശേഷി കൂടെയാണ് ഇതിനൊപ്പം വികസിക്കുന്നത്. ആ ശേഷി കൂടി ഇതിനനുസരിച്ച് വികസിക്കുന്ന സമയത്ത് ആ ശേഷിയെ ശരിയാം വിധം തുറന്നു വെച്ചാൽ എന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും, ആരോഗ്യ കാര്യത്തിലാണെങ്കിൽ ശരി, ദാമ്പത്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, സാമൂഹ്യ ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, പാരിസ്ഥിതികമായിട്ടുള്ള നമ്മുടെ അവബോധത്തിലും രാഷ്ട്രീയ അവബോധത്തിലുമൊക്കെ ഇത് പ്രയോജനപ്പെടും. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? ആ ശരിയായ രീതിയിലുള്ള തിരിച്ചറിവും ശരിയായ രീതിയിലുള്ള ഓബ്ജക്ട്സൻസ്, നമ്മുടെ ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്നത് കണ്ട് ആ സംഭവിക്കുന്നതനുസരിച്ച് അനുരൂപപ്പെടാൻ, പൊരുത്തമാകാൻ നമുക്കുണ്ടാവുന്ന വഴക്കം. ഈ വഴക്കത്തെ ശരിയായ രീതിയിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുപാടുമായിട്ട് ചേർന്ന് നിൽക്കാൻ കഴിയും. തുടങ്ങിയത് എന്താണ്? നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുമായിട്ട് അനുരൂപപ്പെടാൻ, പൊരുത്തമാകാൻ വേണ്ടിയാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. അയാൾ പറയുന്നത് കേൾക്കുന്നതും അയാളോട് നമ്മൾ സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്, സംഭവങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്, സാഹചര്യങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. ഈ സംസാരത്തെ അറിയാനും അതിനോട് ശരിയാം വിധം പ്രതിനില കൊള്ളാനും വൈകാരിക ബുദ്ധിയോടെ അവയെ ക്രമീകരിക്കാനും നമുക്ക് കഴിഞ്ഞാൽ, അറിഞ്ഞാൽ എന്നുള്ളതല്ല, കഴിഞ്ഞാൽ, അതിന് പരിശീലനം വേണം. കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ചുറ്റുപാടിനെ അനുകൂലപ്പെട്ട് നിൽക്കാൻ കഴിയും. അപ്പോൾ ക്ലേശം കുറയും, ദുഃഖങ്ങൾ കുറയും. ഈ ക്ലേശരഹിതമായ അവസ്ഥയാണ് ഈശ്വരീയം എന്ന് പറയുന്നത്. ഈ യോഗത്തിന്റെയൊക്കെ പരമമായ അവസ്ഥയിൽ നിങ്ങൾ കൈവല്യത്തിലെത്തും എന്ന് പറയുന്നുണ്ടല്ലോ. ആ കൈവല്യ അവസ്ഥ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള വഴി ഇതാണ്. പ്രകൃതിയുമായി സുതാര്യതയിലാവും. പ്രകൃതിയുമായിട്ട്, പരിസ്ഥിതിയുമായിട്ട്, പരിസരവുമായിട്ട്, നിങ്ങളുടെ ചുറ്റും പരിസ്ഥിതിയും പരിസരം എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിയാമ്പതിയിലും മൂന്നാറും ഒന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ നിങ്ങളുടെ ഇണയോ കുഞ്ഞോ അമ്മയോ അച്ഛനോ സുഹൃത്തോ ആരാണ് മുമ്പിലുള്ളത്, പട്ടിയോ ഒരു കല്ലോ എന്താണോ മുമ്പിലുള്ളത്, ആ മുമ്പിലുള്ളത് നിങ്ങളുടെ മുന്നിലുള്ള പ്രകൃതിയാണ്. ആ പ്രകൃതിയോട് നിങ്ങൾക്ക് ശരിയാം വിധം അനുരൂപപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലേശരഹിതമായിരിക്കാൻ കഴിയും. ആ അനുരൂപനം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ അനുരൂപപ്പെടുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങൾ ആന്തരികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിരീക്ഷിക്കണം. അതെന്തായാലും ഇവിടെ ഈ പോസ്റ്റലായിട്ട് നീന്തൽ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ ഓൺലൈനായിട്ട് അത് പറയാൻ പറ്റില്ല. ഓഫ്ലൈനായിട്ട് നിങ്ങൾ നേരിട്ട് വരുന്ന സമയത്ത് അത് പറഞ്ഞു തരാം. അതിനുള്ള പരിശീലനം നമുക്കുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ കാൽനൂറ്റാണ്ടിലധികമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിഹാരവും മറ്റുള്ള കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രകൃതി നമ്മളോട് സംവദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലുമല്ല, നമുക്കൊരു വെളിപാടുണ്ടാവുന്ന സമയത്തല്ല, നമുക്കൊരു അപകടം ഉണ്ടാവുമ്പോഴല്ല. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന അപ്പം മാത്രമാണ്. അപകടം ഉണ്ടായപ്പോൾ എന്നിൽ നിന്ന് എന്നെ ഈശ്വരൻ അതിൽ നിന്ന് പിടിച്ചു മാറ്റി, പ്രകൃതി എന്നെ രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ പറയും. പ്രകൃതി അപ്പം മാത്രമല്ല നമ്മൾ സംവദിക്കുന്നത്. ഓരോ നിമിഷവും നമുക്ക് ചിന്തിക്കാൻ എപ്പോഴെല്ലാം കഴിയുന്നു ആ നിമിഷങ്ങളിലെല്ലാം തന്നെ നമുക്ക് പ്രകൃതി നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അല്ലാത്ത സമയത്ത് സംവദിക്കുന്നില്ലേ? ഉണ്ട്, സംവദിക്കുന്നുണ്ട്, എപ്പോഴും സംവദിക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണാൻ നമ്മുടെ ജാഗ്രതാവസ്ഥയിലായിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അത് പ്രകൃതിയിലെ സംവേദനമാണ്, ഈശ്വരന്റെ സംവേദനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ആ സന്ദർഭങ്ങളെ, ആ സംഭവങ്ങളെ, സാഹചര്യങ്ങളെ കൃത്യമായി ബോധ്യപ്പെട്ടാൽ, അതിനനുസരിച്ച് അനുരൂപണം ചെയ്യുകയാണ് എന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കിയാൽ ജീവിതം ക്ലേശരഹിതമാണ്. അപ്പൊ മനസ്സിലാക്കുക, പ്രകൃതി നമ്മളോട് സംവദിക്കുന്നുണ്ട്. അത് സന്ദർഭങ്ങളിലൂടെയാണ്. നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോന്നും എന്ത് തന്നെയാണെങ്കിലും അത് പ്രകൃതി നിങ്ങൾക്ക് തരുന്ന സന്ദർഭങ്ങളാണ്. അതിനെ പരിഭാഷപ്പെടുത്താനുള്ള പാകം നിങ്ങൾക്ക് വേണമെന്ന് മാത്രം. ആ പാകം നിങ്ങൾക്കില്ലെങ്കിൽ അത് മുമ്പേ നടന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. കാരണവന്മാരോടും ഇതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പനും അമ്മയും കേട്ടാൽ മതി, മുത്തശ്ശന്മാരെ കേട്ടാൽ മതി. അവർക്ക് ഇക്കാര്യത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. നമുക്കറിയില്ലെങ്കിൽ അതിലേക്ക് ഒതുങ്ങി നിന്നാൽ പ്രകൃതി, ഈശ്വരൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാനാണ്. അതല്ലാതെ മനുഷ്യരോട് മാത്രമാണ് സംസാരമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്ലേശത്തിൽ നിന്നും വെളിയിലൊന്നും പോകാൻ പോകുന്നില്ല. ചുറ്റുപാടുമുള്ള പ്രകൃതിയോട്, ഈശ്വരനോട് സംവദിക്കാനാവുക, അവൾ പറയുന്നത് കേൾക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം ക്ലേശരഹിതമാവും, ഈശ്വരീയത്തിലാവും. അതിന് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവതരണം ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ചോദ്യോത്തരയിലൂടെ നമുക്ക് ബാക്കി പറയാം. അത്രയ്ക്കും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.